2 ആഴ്ച കഴിഞ്ഞു. ആട് കടിച്ച കപ്പളം പയ്യെ പയ്യെ കയറി വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ സന്തോഷമാണ്. വീടും പരിസരവും കുഞ്ഞുകൊച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചപ്പം ഇരുന്ന് പ്രത്യേക വെഞ്ചരിപ്പ് കിട്ടിയത് കപ്പളത്തിന് മാത്രമായിരുന്നു. പ്രാർത്ഥനയെ മാത്രം ഒതുങ്ങി നിന്നില്ല കേട്ടോ. രാത്രി കിടക്കുന്നതിനൊക്കെ മുമ്പ് ജസ്റ്റ് ആ കപ്പളത്തിലേക്ക് ഒന്ന് വന്ന് നോക്കുമായിരുന്നു. 1-2 ദിവസം ഇങ്ങനെ ആയപ്പോഴേക്കും ഇവർ തമ്മിൽ ചെറിയൊരു ബന്ധമൊക്കെ ബിൽഡ് ചെയ്തെന്ന് തന്നെ പറയാം. ഇതെല്ലാം കാണുന്ന പ്രകൃതിക്ക് ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുകയല്ലോ. അറിഞ്ഞു കൊടുത്തു 5-6 മഴ. അതും കൂടി ആയപ്പോഴേക്കും കപ്പളമല്ല, ആ പരിസരത്തുള്ള എല്ലാവർക്കും ഒരു ജീവനായെന്ന് തന്നെ പറയാവേ. അങ്ങനെ നടാതെ മുളച്ച് ഞങ്ങൾ ചാക്കിലെ കപ്പളത്തിന് പുതിയ ഇലകളും നാമ്പുകളും ഒരു പുതിയ ജീവിതം തന്നെ വന്നെന്ന് പറയാവേ. അതിൻ്റെ ഓരോ വളർച്ചയും നോക്കിക്കണ്ടുകൊണ്ട് അന്നാറോസും. അങ്ങനെ ജീവിക്കാൻ വേണ്ടി കുറച്ച് കപ്പളം മുന്നോട്ട് നീങ്ങുമ്പോഴാണ് ഈ കാട്ടുവള്ളികളൊക്കെ വന്ന് അതിൻ്റെ കയ്യെ തൂങ്ങിക്കിടക്കുന്നത്. കുറേ നേരം മെനക്കെട്ട് അന്നാറോസ് അതെല്ലാം ഊരിക്കളഞ്ഞ്. കുഞ്ഞുമക്കളെന്നല്ല ആരാണേലും പ്രകൃതിയെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നത് ഞാൻ പറയും അതൊരു ആർട്ടാണ്. കപ്പളത്തിൻ്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു കുഞ്ഞു വണ്ട് വന്നത്. പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയായി കുറേ നേരം. വളരുന്ന ഒരു ഇൻഡിവിജ്വലിനോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി ഒരു മുറിയിൽ അവനെയോ അവളെയോ തളച്ചിടാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, തൊട്ടുമുറ്റത്തുള്ള വലിയ അത്ഭുതത്തെ കാണാനും ആസ്വദിക്കാനും പറ്റാത്ത ആൾ ലോകത്ത് എന്ത് വിപ്ലവം സൃഷ്ടിക്കും അല്ലെങ്കിൽ എങ്ങനെ ജീവിതം വിജയകരമാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഞാൻ പറയും ആദ്യം നമ്മുടെ മക്കൾ നമ്മുടെ വീടും മിറ്റവും പരിസരവും ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്നേ. എന്തിന് സ്കൂളിലും കലാലയങ്ങളിലും ഞാൻ പറയും നമ്മുടെ വീട്ടിൽ തന്നെ പഠന വിഷയമാക്കേണ്ട ഒരു കാര്യമാണ് ഈ നമ്മുടെ ഈ സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. ഒരു വിലയില്ലാതെ തൊട്ട് മുമ്പിലുള്ള വലിയ സാധ്യതയെ നമ്മൾ നമ്മുടെ ഒരു തലമുറയ്ക്ക് പരിചയപ്പെടുത്താതിരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു ഓർഗാനിക് ഗ്രോത്തിനെയാണ് അറിഞ്ഞോ അറിയാതെ നമ്മളിങ്ങനെ തടയിട്ടുകൊണ്ടിരിക്കുന്നത്. അറിഞ്ഞ് വളരട്ടെ മക്കൾ പ്രകൃതിയെ. ദൈവം അനുഗ്രഹിക്കട്ടെ.